ആ വെള്ളം കുടിക്കാതെ കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. അത് നല്ലൊരു ചലഞ്ചായിരുന്നു. അല്ല ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴേ അത് ഡോക്ടറിനോട് എന്ന് പറഞ്ഞു കിഡ്നിക്കൊക്കെ ഇഷ്യൂ ആകും, പ്രത്യേകിച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇഷ്യൂ ആകും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് എന്താ പറയുന്നത് ആ പോയിന്റ് നമ്മൾ റേസ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും പിന്നീട് എനിക്ക് തിരിച്ചു പോയി മക്കളെ കാണണം എന്നുള്ളത് കൊണ്ടും ഈ മെൻസ് കമ്മീഷൻ വരുമ്പോൾ ഞാൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദിലീപേട്ടൻ്റെ കേസ് വരുന്ന ദിവസം എനിക്ക് വെളി വേണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. ഞാനും റിപ്പോർട്ടറിലെ സ്മൃതി മാഡത്തെ വെല്ലുവിളിച്ചിട്ടിരിക്കുകയായിരുന്നു, അന്ന് നമുക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം നാളെ ഇതേപോലെ അനുകൂലമായൊരു വിധി വന്നാൽ അത് അനുഭവിക്കാൻ, അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ വന്നാൽ അത് കാണാൻ ഞാനും കൂടെ കാണുമല്ലോ. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? 2 കാര്യങ്ങളാണ്. അവരിലെ ചില ആൾക്കാർ കുറച്ച് ഓവർ ആക്കാറുണ്ട്, ഇല്ലെന്ന് പറയണില്ല. ചില ആൾക്കാർ മറ്റേ പടക്കം പൊട്ടിക്കുന്ന രീതിയുണ്ട്. ഞാൻ കഴിയുന്നവരോട് ചോദിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബസ്സിൽ അതിക്രമം കാണിച്ചത് അവിടെയാണ്. സവാദിനെ സവാദ് ആത്യന്തികമായ കോടതി വിധിയൊന്നും വന്നില്ല. പക്ഷേ മൾട്ടിപ്പിൾ കേസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ടാണ് സവാദിനെ വിഷയത്തിൽ ഞാൻ എവിടെയും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ആ മസ്താനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഞാൻ വിളിച്ച് മാപ്പും പറഞ്ഞു.